പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് വെളുപ്പിന് എഴുന്നേറ്റപ്പോൾ ഏകദേശം 4 മണിയായപ്പോൾ ഞാനൊന്ന് വാഷ്റൂമിൽ പോകാൻ വേണ്ടിയിട്ട് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന സമയത്ത് ഞാൻ കേൾക്കുന്നത് എൻ്റെ വീടിൻ്റെ പുറകുവശത്തുള്ള ഒരു പള്ളിയിൽ നിന്ന് ഭയങ്കരമായിട്ടുള്ള കൂട്ട പ്രാർത്ഥന നടക്കുന്നതാണ്. അത് എന്താണെന്നറിയില്ല. ആ സമയത്ത് അങ്ങനെ ഒരു ദിക്റും സലാത്തും ഒക്കെ ചെല്ലേണ്ട ഒരു കാര്യം എന്താണെന്ന് എനിക്ക് അറിയുന്നില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്നും എനിക്കറിയില്ല. എൻ്റെ അറിവിൽ അങ്ങനെ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ എന്താണ് കാര്യം എന്നറിയില്ല. അതിരാവിലെ ഏകദേശം 4 മണി തൊട്ടിട്ട് മൈക്ക് വെച്ചുകൊണ്ട് പള്ളിയിൽ നിന്ന് ഉറക്കെ ദിക്റും സലാത്തും കേൾക്കുകയാണ്. ഞാനിന്ന് ആലോചിച്ച് നോക്കി എന്താ സംബന്ധിച്ചാൽ വളരെ ഉറങ്ങുന്നവരെ പോലും ഡിസ്റ്റർബ് ചെയ്തുകൊണ്ട് രീതിയിലാണ് അവിടെ ആ പള്ളിയിൽ നിന്ന് കൂട്ട പ്രാർത്ഥന നടക്കുന്നത്. ഒരുപാട് പേര് മൈക്കിന്റെ സഹായത്തോടു കൂടി സ്പീക്കർ പുറത്തേക്ക് വെച്ചുകൊണ്ട് ഉറക്കെ പ്രാർത്ഥന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആലോചിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പള്ളിയുടെ പരിസരത്ത് ഒരുപാട് ആളുകൾ താമസിക്കുന്നുണ്ട്. ഇവരൊക്കെ പല രീതിയിൽ പല ജോലിക്കൊക്കെ പോയിട്ട് പിറ്റേ ദിവസം രാവിലെ ജോലിക്ക് പോകാൻ തയ്യാറായിട്ട് വരുന്ന ആളുകളാണ്. പ്രത്യേകിച്ച് അന്യ മതത്തിൽപ്പെട്ട ഒരുപാട് സഹോദരങ്ങൾ ചുറ്റിലും താമസിക്കുന്നുണ്ട്. ഇപ്പോൾ ആ പള്ളിക്ക് ചുറ്റിലും ഒരുപാട് ഇതര മതസ്ഥർ താമസിക്കുന്നുണ്ട്. അത് പ്രത്യേകിച്ച് ഹരിജൻ വിഭാഗത്തിൽപ്പെട്ട ഒരുപാട് ആളുകൾ അവിടെ താമസിക്കുന്ന ആളുകളാണ്. അവരൊക്കെ കൂലിപ്പണിക്ക് പോകുന്ന ആളുകളാണ്. അതിരാവിലെ കൂലിപ്പണിക്ക് പോയിട്ട് രാത്രി ആവോളം അവർ പണിയെടുത്ത് തളർന്ന് വന്ന് ക്ഷീണിച്ച് ഭക്ഷണം കഴിച്ച് കിടന്ന് ഉറങ്ങുന്ന ആളുകളാണ്. അങ്ങനെ തളർന്ന് കിടന്നുറങ്ങുന്ന ആളുകൾ പിറ്റേ ദിവസം രാവിലെ വെച്ച് വീണ്ടും ജോലിക്ക് പോകാനുള്ള ആളുകളാണ്. അവരുടെയൊക്കെ ഉറക്കത്തിനെ അലോസരപ്പെടുത്തിക്കൊണ്ടാണ് ഈ മുയിലേരും കൂട്ടരും കൂടി ചേർന്നിട്ട് ഇങ്ങനെ രാവിലെ പ്രാർത്ഥിച്ച് അർമാദിക്കുന്നത്. ഞാൻ ചോദിക്കുകയാണ്, ഞാനും ഒരു മതവിശ്വാസിയാണ്. ഞാനും 5 നേരം നിസ്കരിക്കുന്ന ആളാണ്, നോമ്പെടുക്കുന്ന ആളാണ്, ഇസ്ലാമിൻ്റെ എല്ലാ വഴികളും പിൻപറ്റുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. പക്ഷേ ഞാൻ എവിടെയും കേട്ടിട്ടില്ല മറ്റുള്ളവരെ ശല്യപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ദൈവവുമായിട്ട് സംവദിക്കണമെന്നും പ്രാർത്ഥിക്കണമെന്നൊന്നും ഞാൻ എവിടെയും കേട്ടിട്ടില്ല. പക്ഷെ എന്തിനു വേണ്ടിയാണ് ഈ ഒരു മുല്ലേരും അവരുടെ കൂട്ടരും കൂടി ഈ പരിപാടി ചെയ്യുന്നതെന്നുള്ളത് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. കാരണം നമുക്ക് ചുറ്റുമുള്ള സമൂഹമുണ്ട്, അവരിൽ ഒരുപാട് ആളുകളുണ്ട്, അവരുടെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ മൂല്യർക്ക് വേറെ പണിയൊന്നുമില്ല. മൂല്യർക്ക് ഫുൾ ടൈം തന്നെയാണ് പണി. മൂല്യർക്ക് ചുറ്റിപ്പറ്റിയുള്ള അനുബന്ധ ആൾക്കാർ വേറെ ഒരു പണിയിലൊക്കെ കുറച്ച് ആൾക്കാരുണ്ടാവാം അടുത്തടുത്ത വീടുകളിൽ. അവർക്കും ചിലപ്പം വേറെ ഒന്നും ചെയ്യാനുണ്ടാവാം. നേരത്തെ വന്നിട്ട് അവർക്ക് ഈ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് ഉച്ചയാവോളം കിടന്നുറങ്ങാനുള്ള സമയമുണ്ട് അല്ലെ. പൊതുവെ എല്ലാ മൂല്യങ്ങളും അങ്ങനെ ചെയ്യാറുള്ളത്. അവർ ഈ രാവിലെ നേരത്തെ എഴുന്നേറ്റ് ഈ ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കി ബാക്കിയുള്ളവരുടെ ഉറക്കം കെടുത്തി അവരെ സൗകര്യം കെടുത്തിയതിന് ശേഷം അവർ പിന്നെ പോയിട്ട് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഉച്ചവരെ കിടന്നുറങ്ങും. പക്ഷെ എല്ലാവർക്കും പറ്റില്ലല്ലോ. എല്ലാവർക്കും അവരവരുടെ ഉപജീവന മാർഗം തേടി പോകാനുള്ളതല്ലേ. ആർക്കും ഉറങ്ങാൻ പറ്റില്ലല്ലോ. അവരുടെയും കൂടി ഉറക്കം കെടുത്തിക്കൊണ്ടുള്ള ഈ ഒരു കൂട്ട പ്രാർത്ഥന എവിടെയാണ് ഇതിന്റെ ഒരു പ്രസക്തി എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഏതെങ്കിലും ഹദീസിലോ ഏതെങ്കിലും കിതാബിലോ ഇങ്ങനെ നിങ്ങൾ അർദ്ധരാത്രിക്ക് നീച്ചിട്ട് നിങ്ങൾ ബാക്കിയുള്ളവരുടെയും കൂടി ഉറക്കം നഷ്ടപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ കൂട്ടപ്രാർത്ഥന നടത്തണമെന്ന് എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. അല്ലെങ്കിൽ തന്നെ അത്തരം നമ്മൾ ദൈവവുമായി നമ്മൾ സംവദിക്കാൻ, എൻ്റെ പടച്ചവനുമായിട്ട് എനിക്ക് സംവദിക്കാൻ ഒരു മൈക്കിന്റെ സ്പീക്കറിന്റെ ആവശ്യം എന്താണ്? എൻ്റെ സംശയമാണ്. കാരണം നമ്മളൊരു ഇസ്ലാം മത വിരോധിയോ മറ്റോ ഒന്നുമില്ല. ഞാനിത് എൻ്റെ മതത്തിനെ കുറിച്ച് മറ്റുള്ളവർ ഉയർന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. എപ്പോഴും എൻ്റെ ഇസ്ലാം എന്ന് പറയുന്ന എൻ്റെ മതത്തിനെ എല്ലാവരും നല്ലൊരു ബഹുമാനത്തോട് കൂടിയിട്ട് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഒരുപാട് പേര് കാണുന്നവരുണ്ട്. നമ്മുടെ ഹൈന്ദവ സമുദായത്തിലും ക്രിസ്തവ സമുദായത്തിലൊക്കെ പെട്ട ഒരുപാട് ആളുകൾ ഇസ്ലാമിനെ വളരെയധികം റെസ്പെക്റ്റോട് കൂടി കാണുന്ന ആളുകളുണ്ട്. പക്ഷെ അവരുടെ ഉള്ളിൽ പോലും നമ്മളെ കുറിച്ചൊരു തെറ്റായ ധാരണ വിതയ്ക്കാനിടയാക്കുന്ന പ്രവൃത്തികളാണ് ഈ മൊയിലാരും സംഘവും ഒക്കെ ചെയ്യുന്നത്. ഇത് 1-2 തവണയല്ല, 2-3 തവണ ഞാനിപ്പോൾ ഈ സംഭവം കേൾക്കുന്നു. അത് ഇറ്റ്സ് റിയലി എ ഡിസ്റ്റർബൻസ്. നിങ്ങളത് മനസ്സിലാക്കണം. നിങ്ങൾക്ക് ചുറ്റും ഒരു പൊതു സമൂഹമുണ്ട്. ആ സമൂഹത്തിൽ പലതരക്കാരായിട്ടുള്ള ആളുകളുണ്ട്. അല്ലെങ്കിൽ തന്നെ നമ്മുടെ നാട്ടിൽ പല രീതിയിലാണ് ഈ ഇസ്ലാമിൻ സംബന്ധമായിട്ടുള്ള ഒരുപാട് റിച്വൽസിനെ വ്യാഖ്യാനിക്കപ്പെടുന്നത്. അത് ഒരു കൂട്ടം ആളുകൾ അതിനുവേണ്ടി പ്രയത്നിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ സമയത്ത് അവരുടെ വായിലേക്ക് തീറ്റ കൊടുക്കുന്ന പോലെയാണ് നമ്മൾ ഇത്തരം പ്രവൃത്തികൾ സംഭവിക്കുന്നത്. എന്താണ് നിങ്ങൾക്ക് പ്രാർത്ഥിക്കണം എന്നുണ്ടെങ്കിൽ മൈക്കൊക്കെ ഓഫ് ചെയ്തിട്ട് ആ പള്ളിക്കകത്ത് നിന്നിട്ട് നിങ്ങൾക്ക് പ്രാർത്ഥിച്ചൂടെ? ആത്മാർത്ഥമായ പ്രാർത്ഥന എന്ന് പറയുന്നത് ഉള്ളിൽ നിന്ന് വരേണ്ട സംഭവമല്ലേ. നിങ്ങളിങ്ങനെ മൈക്കൊക്കെ വെച്ചുകൊണ്ട് നിങ്ങളെ കൊട്ടിഘോഷിക്കേണ്ട കാര്യം എന്താ അതിലുള്ളത്? നിങ്ങൾ സിൻസിയർ ആണെങ്കിൽ നമ്മൾ ദൈവവുമായിട്ടുള്ള നമ്മുടെ സംസാരം എന്ന് പറയുന്നത് ഇന്റിമേറ്റ് ആണ്. നിങ്ങൾ വാക്കുകൾ കൊണ്ട് പറഞ്ഞെങ്കിൽ പോലും നമ്മുടെ മനസ്സ് വായിക്കാനും നമ്മുടെ ദുആകളും ദിക്റുകളും കേൾക്കാനുമുള്ള ശക്തി പടച്ചവനുണ്ട്. മനസ്സിലിട്ടാൽ പോലും അതിന് ഇരട്ടി പവർ ഉണ്ട്. അങ്ങനെ ഇരിക്കെ ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഈമാൻ ആരെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇങ്ങനെ മൈക്ക് വെച്ചുകൊണ്ട് ഇത് കൊട്ടിഘോഷിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. തികച്ചും അനൗചിത്യപരമായിട്ടൊരു കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത്. എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയുകയാണ്,
വളരെയധികം കുറച്ച് പ്രശ്നങ്ങളൊക്കെ നിറഞ്ഞൊരു സംഭവത്തിലൂടെയാണ് നമ്മുടെ ഇസ്ലാമിക സമൂഹം ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിനെ സ്നേഹിക്കുന്ന, ഇസ്ലാമിനെ റെസ്പെക്ട് ചെയ്യുന്ന, നമ്മളെ എല്ലാവരെയും വളരെ സ്നേഹത്തോടെ കാണുന്ന ഒരു കൂട്ടം ഇതര സമുദായത്തിൽപ്പെട്ട സുഹൃത്തുക്കൾ ഉള്ളത് കൊണ്ടാണ് അല്ലെ. നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങളും ക്രിസ്ത്യൻ സഹോദരങ്ങളും അവർ കുറെ പേര് നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇപ്പോഴും വലിയ പ്രശ്നമില്ലാണ്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരെ കൂടി വെറുപ്പിച്ചു കഴിഞ്ഞാൽ സാഹചര്യങ്ങൾ വളരെ മോശമായിരിക്കും. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരിക്കലും നമ്മൾ കാരണം, നമ്മുടെ വിശ്വാസങ്ങളും നമ്മുടെ ഈമാനും നമ്മുടെ കർത്തവ്യങ്ങളും കാരണം ഒരാൾക്കും ഒരു ബുദ്ധിമുട്ട് വരരുത്, ആരുടെയും ഉറക്കം നഷ്ടപ്പെടരുത്, ആരുടെയും സ്വൈര്യമായ ജീവിതത്തിന് അതൊരു വിഘാതമാകരുത്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ഈമാൻ നിങ്ങൾ നാട്ടുകാരെ ബോധിപ്പിക്കാനുള്ളതല്ല, അത് നിങ്ങളുടെ ഉള്ളിലുണ്ടാവേണ്ടതാണ്. നിങ്ങളും ദൈവവും തമ്മിലുള്ള ഒരു കൂട്ടായ ഒരു പ്രവർത്തനമാണ്. അതിന് പുറമേ നിന്ന് നിങ്ങൾ ആളെ കൂട്ടേണ്ട യാതൊരു കാര്യവുമില്ല. ദയവ് ചെയ്ത് ഞാൻ പറയുകയാണ്, ഇതുപോലെ പ്രവർത്തിക്കുന്ന മൂല്യന്മാർ, അസമയത്ത് ആളെ കൂട്ടി കൂട്ടപ്രാർത്ഥന നടത്തുന്ന മൂല്യന്മാർ, മറ്റുള്ളവർക്ക് ഒരു ദൂഷ്യമായി മാറുന്ന, ശല്യമായി മാറുന്ന ആളുകളുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യുക. ഒരിക്കലും നിങ്ങൾ നമ്മുടെ ദീനിനെ പറയിപ്പിക്കരുത് എന്നൊരു റിക്വസ്റ്റ് കൂടി ഉണ്ട്. കൂടെയുള്ള സഹജീവികളുടെയും കൂടി വികാരങ്ങൾ മാനിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിനും കൂടി ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വേണം നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ എന്ന് ഒരിക്കൽ കൂടി ഞാൻ അറിയിച്ചുകൊണ്ട്, ഞാൻ ദയവ് ചെയ്ത് ഇനിയെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് കേണപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകളുടെ അവസാനിപ്പിക്കുകയാണ്. ചിന്തിക്കുക, ഔചിത്യപൂർവ്വം പെരുമാറുക, നമ്മുടെ മതത്തിൻ്റെ യശസ് നല്ല രീതിയിൽ ഉയർത്തുക. ഒരിക്കലും അത് മറ്റുള്ളവരെ ബാധിപ്പിക്കരുത്, പറയിപ്പിക്കരുത്. ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. അസ്സലാമു അലൈക്കും. ജയ് ഹിന്ദ്.